നോക്കൂ, അങ്കടിമുഖർ എന്നൊരു ജംഗ്ഷനിൽ വെച്ച് നടക്കേണ്ട ഒരു പ്രോഗ്രാം ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്തേക്ക് മാറാൻ കാരണമായത് എന്താണെന്ന് ഒരു മനുഷ്യൻ ആത്മാർത്ഥമായി ചിന്തിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് അങ്കടിമുഖറിലുള്ള ആ നിവാസികൾ, അവിടെയുള്ള നിവാസികളൊന്ന് ചിന്തിച്ചാൽ തന്നെ നിങ്ങൾക്ക് തൗഹീദ് മനസ്സിലാക്കാനും മുജാഹിദ് പ്രസ്ഥാനം ഏത് കാലത്തും പറഞ്ഞത് ഹക്കാണ് എന്ന് തിരിച്ചറിയാൻ ഏറ്റവും വലിയ ഉദാഹരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു തന്നത്. കാരണം നോക്കൂ, എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇവിടത്തേക്ക് മാറ്റിയത്? സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്ത് ഹക്കാണെങ്കിൽ, നിങ്ങൾ പറയുന്നത് 100% ശരിയാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങളായിരുന്നു അവിടെ സംഘടിപ്പിക്കാൻ ഞങ്ങളോട് ആവശ്യപ്പെടേണ്ടത്. നിങ്ങളായിരുന്നു അതിനുവേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരേണ്ടത്. മറിച്ച് ഇവിടെ പ്രോഗ്രാം നടക്കാൻ പാടില്ല എന്ന രൂപത്തിൽ, എല്ലാ രൂപത്തിലും അതിനെ മുടക്കാൻ വേണ്ടി, ഏതുവരെ എന്ന് പറഞ്ഞാൽ അവസാന സമയത്ത് നിങ്ങൾ ചില ആളുകൾ ഒഴിഞ്ഞു മാറാൻ വേണ്ടി പറഞ്ഞു. ഞങ്ങളാരും നിങ്ങളെ പ്രോഗ്രാമിനെ തടഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങളോട് ഞങ്ങൾ ചോദിച്ചു, എങ്കിൽ അതൊന്ന് ലെറ്റർ പേഡിൽ എഴുതി തരാമോ? ഇവിടുത്തെ SSF-കാരനായാലും SKSSF-കാരനായാലും നിങ്ങളൊന്ന് ലെറ്റർ പേഡിൽ എഴുതി ഒപ്പിട്ട് ഞങ്ങളോട് തരണം. ഞങ്ങൾക്കൊരു പരാതിയുമില്ല. അത് വെറുതെ പറഞ്ഞു എന്നതല്ലാതെ അത് ചോദിക്കുമ്പോൾ നിങ്ങളെ കൊണ്ട് തരാൻ സാധിച്ചിട്ടില്ല. അതിലൂടെ തന്നെ വ്യക്തമാണ്, ഇത് തന്നെ സത്യം പറഞ്ഞാൽ 1000 തവണ റബ്ബിനെ സ്തുതിക്കേണ്ട ഒരു സമയമാണ്. ഈ ഉള്ളവൻ ആദ്യം തന്നെ ഇന്നും ഇന്നലെയായി ഇതിൻ്റെ പിന്നാലെ ഓടുമ്പോൾ അള്ളാഹുവിനെ ധാരാളം ഹംദ് പറഞ്ഞ ഒരു ദിവസം കൂടിയായിരുന്നു. എന്തേ കാരണം? ഈ സമസ്തയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അള്ളാഹുവെ, നിനക്കാണ് സർവസ്തുതി. അത് പറയേണ്ട, 100% പറയേണ്ട ഒരു ദിവസമായിരുന്നു ഇന്ന്. കാരണം ഈ ഹക്ക് നിങ്ങൾ കേൾക്കുന്നതിൽ, ആ നാട്ടുകാർ ശ്രവിക്കുന്നതിൽ നിങ്ങൾക്ക് ഭയമുണ്ട്, പേടിയുണ്ട്. അതുകൊണ്ടാണ് പല രൂപത്തിൽ അധികാര സ്വാധീനം ഉപയോഗിച്ച്. എന്നാൽ ഞങ്ങളാവട്ടെ, ഇവിടുത്തെ നിയമപാലകർ ഇവിടുത്തെ നിയമത്തെ പൂർണ്ണമായും അനുസരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വേദിയിലേക്ക് മാറിയത്. എന്നാൽ നിങ്ങൾ എന്തൊക്കെ പണി അതിൻ്റെ പിന്നാലെ എടുത്തു? എന്തിനു വേണം നിങ്ങൾക്ക് ഈ ഭയം? നിങ്ങളുടെ ഭാഗത്ത് ഹക്കുണ്ടെങ്കിൽ എന്തിനാ സഹോദരങ്ങളെ നിങ്ങൾ ഭയപ്പെടേണ്ടത്? നിങ്ങൾ ഒരുപാട് പ്രഭാഷകന്മാരെ കൊടുന്നുവല്ലോ, അല്ലേ? ഒരുപാട് പ്രഭാഷകന്മാരെ കൊടുന്നു. അവിടെ പോലും അനീതിയാണ് നടന്നത്. 11:45 വരെ നിങ്ങൾ പ്രസംഗിച്ചു. വേണമെങ്കിൽ നമുക്ക് ആ സമയത്ത് ഒരു ഓബ്ജക്ഷൻ കൊടുക്കാമായിരുന്നു. 10 മണി വരെ പെർമിഷൻ, അത് പുറത്താണ്, ഇതുപോലെ അകത്തല്ല. ഞങ്ങളാവട്ടെ സമയത്ത് നിർത്തി 11:45 വരെ നിങ്ങൾ പ്രസംഗിച്ചു. ഞങ്ങൾക്ക് ഓബ്ജക്ഷൻ കൊടുക്കാമായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് കൊടുത്തില്ല? ഞങ്ങൾക്കറിയാം, നിങ്ങൾ പ്രസംഗിച്ചത് കൊണ്ട് ഒരു തൗഹീദുള്ള മനുഷ്യൻ നിങ്ങളുടെ കൂടെ വരാൻ പോകുന്നില്ല. അത് ഞങ്ങളൊരു അഹങ്കാരം പറയല്ല. കാരണം ഇവിടെ പറയുന്നത് 100% തൗഹീദാണ്, വിശുദ്ധ ഖുർആനാണ്, തിരുസുന്നത്താണ്. ആ ബോധം ഞങ്ങൾക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. മനസ്സിലായില്ലേ? ഇവിടെ പറയുന്നത് ഖുർആനാണ്, ആയത്താണ്, ഹദീസാണ്. ഇത് കേട്ട് ആളുകൾ മാറുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്തത്? ഇവിടെ നടക്കുന്ന പ്രോഗ്രാമിനെ നിങ്ങൾ അധികാര സ്വാധീനം ഉപയോഗിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റേണ്ടി വന്നത്.